ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൽ പുതിയതായിട്ട് വരാനിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റിയാണ്. ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. ബീറ്റ വെർഷൻകാർക്ക് ഈ ഒരു ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. ഏകദേശം 8ഓളം ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനു മുമ്പ് കണ്ടുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്, കൂടുതലും ടെലിഗ്രാമിലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് വാട്സപ്പ് കോപ്പി ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. കുറച്ച് ഫീച്ചേഴ്സ് ഇപ്രാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കോപ്പി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളത് ലാസ്റ്റ് സീൻ നമുക്ക് സ്പെസിഫിക് കോൺടാക്ട്സിന് ഹൈഡ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ അറിയാം, ഇപ്പോൾ ലാസ്റ്റ് സീൻ നമ്മൾ അതായത് റീഡ് റെസിപ്റ്റ്സ് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും നമുക്ക് അങ്ങോട്ടും ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കത്തില്ല, അവർക്ക് നമ്മുടെയും ലാസ്റ്റ് സീൻസ് കാണാൻ പറ്റത്തില്ല. എന്നാൽ പുതിയൊരു ഫീച്ചർ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ ലാസ്റ്റ് സീൻ ആരൊക്കെ കാണണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു സെയിം സിസ്റ്റം നമ്മുടെ മൈ പ്രൊഫൈലിലും വരുന്നുണ്ട്. അതായത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ നമ്മുടെ കോൺടാക്ട്സ് ഉള്ള എല്ലാവരും തന്നെ കാണണമെന്നില്ല, നമ്മുടെ കോൺടാക്ട്സ് ഉള്ളത് തന്നെ ആരൊക്കെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു ഫീച്ചറാണ്, ഇത് ടെലിഗ്രാമിൽ നിന്നും എക്സാക്റ്റ് കോപ്പി ചെയ്തിട്ടുള്ളൊരു ഫീച്ചറാണ്, ഹൈ ഡെഫിനേഷൻ ഫോട്ടോസും വീഡിയോസും സെൻഡ് ചെയ്യുന്നത്. അതായത് വിത്തൗട്ട് കംപ്രഷൻ നമുക്ക് ഫോട്ടോസും വീഡിയോസും വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ പറ്റും. ഇത് എത്ര MB വരെയുള്ളത് സെൻഡ് ചെയ്യാം എന്നുള്ളത് ഇതുവരെ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ആ ഒരു ഫീച്ചർ വന്ന ശേഷം മാത്രമേ അത് പറയാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇമോജീസിന് പകരം സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുതിയൊരു ഫീച്ചർ വാട്സപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇമേജ് ടു സ്റ്റിക്കർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ സ്റ്റിക്കറായിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് സ്റ്റിക്കർ ആക്കിയിട്ട് അത് വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ്ലി തന്നെ വാട്സപ്പിൽ നിന്ന് നമുക്കത് സ്റ്റിക്കർ ആക്കിയിട്ട് അയക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൂടി വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ്സ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വാട്സപ്പ് പേയ്മെൻറ്റ്സ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വാട്സപ്പ് പേയ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി അതിനെ ഒന്ന് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവരുന്നത്. നമ്മൾ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി ഗാലറിയുടെ ഒരു പിൻ ബാറിൽ ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ടടുത്തായിട്ട് ഈ വാട്സപ്പിൻ്റെ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ ഇവിടെ ട്രാൻസാക്ഷൻസും ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ വാട്സപ്പ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അപ്ഗ്രേഡുള്ള ഫീച്ചേഴ്സും കൂടി വാട്സപ്പിൽ ഇനി വരാൻ സാധ്യതയുണ്ട്. ഇനി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ചാറ്റ് ബാക്കപ്പ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം, വാട്സപ്പിൽ ചാറ്റുകൾ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നാൽ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ചാറ്റ്സും ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സും എല്ലാം തന്നെ ബാക്കപ്പ് ആവും. ഈ ബാക്കപ്പ് ആവുന്നതുകൊണ്ട് നമ്മുടെ ഒരുപാട് സ്പേസ് അത് കൺസ്യൂം ചെയ്യും. അപ്പോൾ ഈ ഒരു സ്പേസ് കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ കൂടി വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ചാറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, ഫോട്ടോസ് മാത്രമായിട്ട് വേണമെങ്കിൽ ബാക്കപ്പ് ചെയ്യാം, വീഡിയോസ് മാത്രമായിട്ട് വേണമെങ്കിൽ ബാക്കപ്പ് ചെയ്യാം. അപ്പോൾ ഒരുപാട് സ്പേസ് നമുക്ക് കുറഞ്ഞു കിട്ടും. ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് ഇനി വാട്സപ്പിൽ വരാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾ ബീറ്റ വെർഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കും. അല്ലാന്നുള്ളത് ഒരു 2022 ആദ്യത്തെ ഒരു 3 months അല്ലെങ്കിൽ 4 monthsനുള്ളിൽ ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഒരു വീഡിയോയിൽ ഇത്രമാത്രം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.